Hello dear friends, എങ്ങനെയുണ്ട് നമ്മൾ ഓപ്പൺ കിച്ചൺ സെറ്റപ്പ്? ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ വ്ലോഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ തുടങ്ങിക്കോ. അപ്പോൾ നമുക്ക് വ്ലോഗിലേക്ക് പോകാം. മോർണിംഗിൽ ആദ്യമുള്ള പണി ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇതാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറെടുപ്പൊന്നുമല്ല, നമ്മുടെ കോഴികൾക്ക് തീറ്റ കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇത് കോഴികൾക്ക് കൊടുക്കുന്ന മൾട്ടി വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഇത് കുറച്ചധികം തന്നെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവർക്ക് കൊണ്ടുപോയി ഫുഡ് കൊടുക്കാം. അവർക്കുള്ള തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ അവർ ഫുഡ് കഴിക്കുന്ന കുറച്ച് നോക്കിയിരുന്നതിന് ശേഷം ഇത് അന്നത്തെയും പോലെ നമ്മുടെ പൂക്കളെ ഒന്ന് നോക്കി എൻജോയ് ചെയ്യലാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ലീവ്സിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എൻ്റെ പല വ്ളോഗിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. തണുപ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ 2 നേരം ഇപ്പം നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് രാവിലെ തന്നെ എണീച്ച് ഇങ്ങനെ 10 മണി പോവും. ഇതൊക്കെ നോക്കിയിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. കുറേ കളർ ഫ്ലവേഴ്സ് കണ്ടാൽ തന്നെ പെട്ടെന്ന് ഉള്ളിലേക്ക് പോകാൻ തോന്നില്ല. കുറേ സമയം അവിടെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടും അതിനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴെനിക്ക് ഇന്ന് തോന്നിയത് ഏതായാലും ഇന്നത്തെ കുക്കിംഗ്, ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഏതായാലും പുറത്താക്കിയാലോ എന്ന്. അപ്പോൾ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ കോഴികളൊക്കെ ഇങ്ങനെ കണ്ട് എന്താ പറയേണ്ടത്, നമുക്ക് ബോറടിക്കാണ്ട് കുക്ക് ചെയ്യാമല്ലോ. ഇന്ന് ഏതായാലും ബിരിയാണി വെക്കുന്നില്ല, നല്ല ബീഫ് കറി മുളകിട്ടതും അതുപോലെ തന്നെ ലിവർ ഫ്രൈ എല്ലാ ലിവറും കുരുമുളകിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അമ്മിയിൽ അരിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്ക് അതങ്ങ് അരഞ്ഞു കിട്ടും. അപ്പോൾ അമ്മി നന്നായി കഴുകി അരി ഇടാൻ പോയെന്ന് ഞാൻ തലേന്ന് ബീഫ് വാങ്ങിയപ്പോൾ തന്നെ ഓർത്താണ് ഇന്ന് വെള്ളിയാഴ്ച ഏതായാലും നല്ല ബീഫ് മുളകിട്ട കറി വെക്കാമെന്ന്. അപ്പോൾ കുറച്ചധികം തന്നെ പത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ അറിയാമല്ലോ, നല്ല കറിയാണെങ്കിൽ പത്തിൽ ചിലവാകുന്നത് അറിയില്ല മക്കളായാലും. പിന്നെ പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ലഞ്ച് ആക്കുന്നില്ല, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും കൂടിയിട്ട് തന്നെയാണ് പത്തിൽ ചൂടുന്നത്. ചായ കുടിച്ച് ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് തലേ ദിവസം ഉണ്ടാക്കിയതാന്ന് ഇല്ലിടും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാ. പിന്നെ നമ്മുടെ സ്വന്തം റസ്കും. അങ്ങനെ അൽഹംദുലില്ലാ ചായ കൂടിയൊക്കെ കഴിഞ്ഞതാ. പത്തിൻ്റെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കോർണറിലുള്ള ഒരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നമ്മുടെ വീറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഗോതമ്പ്, ഫുൾ ഗോതമ്പ്, ബാർലി എന്ന് പറയും. കോഴിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയാണ്. അപ്പോൾ അത് മുളപ്പിച്ചിട്ടാണ് സാധാരണ കോഴിക്ക് കൊടുക്കുക 2 ദിവസം വെച്ചിട്ട്. അപ്പോൾ മുള വന്നപ്പോൾ എനിക്കൊന്ന് വളർത്താൻ തോന്നി. അപ്പോൾ കുറച്ച് വളർന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. 2 ടൈപ്പ് പേപ്പേഴ്സ് ഞാനിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് വലിയ പേപ്പർ, പിന്നെ ഒരു കുഞ്ഞ് ലിസ്റ്റാണ്, ഒരു ബുക്ക് ടൈപ്പിൽ. കിച്ചണിൽ കഴിഞ്ഞു പോയ സാധനത്തിന്റെ ലിസ്റ്റാണ് അതിൽ എഴുതി വെക്കുന്നത്. അപ്പോൾ ഒരു 3-4-5 സാധനം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോകുന്നുണ്ടെങ്കിൽ ആ പീസ് പേപ്പർ അങ്ങ് കട്ട് ചെയ്തെടുക്കും. പിന്നെ മറ്റേ ലിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാൻ ഞാൻ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. തൈറോയിഡ് ടാബ്ലറ്റ് ഡെയിലി കഴിക്കുന്നവർക്കറിയാം നമ്മൾ പലപ്പോഴും മറന്നു പോകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ തന്നെ നമ്മൾ കിച്ചണിലേക്ക് വരുമല്ലോ. അപ്പോൾ ഒരു ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് രാവിലെ തന്നെ അത് കഴിച്ചിട്ടില്ലെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ക്രോസ് മാർക്ക് ഇടും. അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് ഡോസേജ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗുളികൻ്റെ. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ കറക്റ്റ് മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ വിട്ടുപോകില്ല, അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് മറന്നു പോകുന്നൊരു സംഭവമായി തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ കഴിയുന്ന സാധനം ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. സത്യം പറഞ്ഞാൽ ഈ ലിസ്റ്റ് എടുക്കാനും ചിലപ്പോൾ മറക്കലുണ്ട് കേട്ടോ, എന്നാലും എഴുതിയ ഓർമ്മയിൽ നമുക്ക് വാങ്ങിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങലാന്ന്. ആദ്യം തന്നെ ബീഫെല്ലാം ഒന്ന് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ വരുന്നത്. പക്ഷെ എന്നാൽ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം, ഇങ്ങനെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വരുന്ന മീറ്റെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നല്ല ഫ്രഷ് ബീഫ് കാണുമ്പോൾ തന്നെ നമുക്ക് പത്തിൽ നെയ്പ്പത്തിലാണ് നമ്മളെ നാട്ടുകാർക്ക് ഓർമ്മ വരാം. നല്ല മുളകിട്ട് വറ്റിച്ച് ഇറച്ചിക്കറീൻ്റെ കൂടെ, ഇറച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫിനാന്ന് പറയൽ, അതിൻ്റെ കൂടെ ഒരു 4-5 പത്തിൽ ആർക്കും തിന്നാൻ പറ്റും, ചെറിയ ആക്കായാലും വലിയാക്കായാലും. അപ്പോൾ ഇതാ ഞാനിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പേ പലതവണ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആവശ്യമുള്ള പൊടികളും മസാലകളെല്ലാം ചേർത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നല്ല നമ്മണ്ടി കുഴച്ചിട്ട് എടുക്കുമ്പോൾ അത് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നല്ല വേവിലൊന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ. അപ്പോൾ അതവിടെ നിന്ന് ആവുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണിയും കൂടി തീർക്കാം. കുക്കറിൻ്റെ അതാന്നൊരു ഗുണം, നമുക്ക് അവിടെ അങ്ങ് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള പരിപാടി അങ്ങ് തീരും. ഇത് ചിക്കൻ ലിവർ ഒന്ന് കുരുമുളകിട്ട് വറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല മൺചട്ടിയിൽ. അതിൻ്റെ ഇടയിലൊന്ന് മല്ലിച്ചപ്പ് വരയ്ക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള കിച്ചൺ ഗാർഡനല്ല, നമ്മുടെ
അയൽവാസിയായ ഫാത്തിമാൻ്റെതാണ്. അപ്പോൾ അവൾ കുറേ മല്ലിയില ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ഫ്രഷ് മല്ലിയില കറിയിലിടുമ്പോഴുള്ളൊരു പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റും വേറെ തന്നെയാണ്. മാഷാ അല്ലാഹ് ഇവിടെ കുറച്ചധികം തന്നെ മല്ലിച്ചപ്പും അതുപോലെ തന്നെ പുതിന ഇലയുണ്ട്. കണ്ടില്ലേ, നല്ല ഫ്രഷാണ് ഇത്. എൻ്റെ 2-3 വീഡിയോസിൻ്റെ അടിയിൽ 2-3 ആൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മല്ലി എങ്ങനെയാണ് വളർത്തുന്നതെന്ന്. അപ്പോൾ ഇത് നല്ല ഇനം വിത്ത് വാങ്ങിയിട്ട് പാകിയിട്ടാണ്. വിത്ത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് നല്ല മണ്ണും ചാണകവും ഒക്കെ മിക്സ് ചെയ്ത് ആ ഒരു മണ്ണിലേക്ക് അതൊന്ന് വിതറി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടും നമുക്ക്. ഇപ്പം നല്ല ക്ലൈമറ്റും ആണ് മല്ലി മുളക്കണ്ടേ. ലിവർ കുരുമുളക് ഇട്ടത് നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. അപ്പം ലിവർ അധികം ആൾക്കും ഇഷ്ടമല്ല. ഇവിടെ ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. അപ്പം പലർക്കും ഇഷ്ടമല്ലാത്തതാണ് ലിവർ. അപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് ഏതായാലും. പിന്നെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നെപ്പോലെ ലിവർ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. എനിക്കൊരു കൂട്ടാവുമല്ലോ. എൻ്റെ ഫേവറേറ്റ് ആണ് ഏതായാലും. പിന്നെ ഇതാ നമ്മുടെ ബീഫും കുരുമുളക് ഇട്ടത് ഒരു ഭാഗത്ത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് ഒന്ന് മല്ലിയിലയും കൂടി തൂവിയിട്ട് ഒന്ന് അടച്ചു വെക്കുന്നൊരു 10 മിനിറ്റ്. ഇനിയാണ് നമ്മൾ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് എൻ്റെ സ്റ്റൗവെല്ലാം എടുത്ത് വെച്ചിട്ടുള്ളത്. മുറ്റത്തൊരു ടേബിളുണ്ട്. അപ്പോൾ അതിന്മേലേക്ക് എൻ്റെ അകത്തുള്ള സ്റ്റൗ എടുത്ത് വെച്ചിട്ടുള്ളത്. പത്തിൽ കുറച്ചധികം തന്നെ ചുട്ടെടുക്കാനുണ്ട്. അപ്പോൾ മുറ്റത്തുനിന്ന് ചുടുകയാണെങ്കിൽ നല്ല റിലാക്സേഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഈ ഒരു ഫ്ലവേഴ്സും അതുപോലെ തന്നെ വെജിറ്റബിളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആണെങ്കിൽ നല്ല കാഴ്ചകളും കണ്ട് ശരിക്കും എൻജോയ് ചെയ്തിട്ട് തന്നെ ചുടാൻ പറ്റും പത്തിൽ. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ ഒരു മഴക്കാറ് പോലെ ഉണ്ടായിരുന്നു. രാവിലെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല സുഖമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നമ്മുടെ കോഴിയുടെ കൂവലെല്ലാം കേൾക്കാട്ടാ. ഏതായാലും നല്ലൊരു എന്താ പറയുക ഒരു നാടൻ അറ്റ്മോസ്ഫിയർ ആണ് ഇങ്ങനെ. അപ്പം ഇങ്ങനെ ഗൾഫ് കൺട്രീസിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുറ്റത്ത് സൗകര്യം ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യാം. പത്തിൽ കുറേ ചുടാനുണ്ടായിട്ടും തീരെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. ബോറടിയും തോന്നിയിട്ടില്ല. എന്നും നമ്മളെ കിച്ചൻ്റെ അകത്ത് അടച്ചിരുന്നിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റൗന്നൊന്നും കുക്ക് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടാ. ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് നമ്മളായിട്ടൊരു ചേഞ്ച് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ തന്നെ എൻജോയ് ചെയ്യും. അങ്ങനെ ഇതാ ഔട്ട്ഡോർ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് എടുത്തിട്ടല്ലേ നമ്മുടെ പത്തിലും കറികളൊക്കെ ഞാൻ അകത്ത് നിന്നാണ് ആക്കിയത്. പത്തിലിടാൻ വേണ്ടി മാത്രമാണ് പുറത്തേക്ക് പോയത്. അപ്പം നല്ല മുളകിട്ട് വെറ്റിച്ച ബീഫ് കറിയും കരട് കറിയൊക്കെ കൂട്ടിയിട്ട് നന്നായി ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാ. ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മളിതാ ഫ്രണ്ടിലേക്ക് വന്നിട്ടായില്ലത്. നമ്മളെ കോമ്പൗണ്ടിൻ്റെ അകത്ത് കണ്ടില്ലേ കോഴികളൊക്കെ ഉണ്ട് പുതിയതായിട്ട്. അതുപോലെ തന്നെ ഇതാ ഇതൊന്നും നമ്മളതല്ല കേട്ടോ, നമ്മളെ നെയ്ബറിൻ്റെതാണേ. കാടകളും ഒരാഴ്ചയായിട്ട് പുതിയ കുറച്ച് ഗസ്റ്റും ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രാവുകളാണ് ഇത്. അപ്പോൾ വേറൊരു ജോഡി ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ടും 2 ഷെയ്ഡിലുള്ള നല്ല ഭംഗിയാണ് രണ്ടുപേരും കാണാൻ തന്നെ. പെയറായിട്ടാണ് ഉള്ളത് രണ്ടാളും. പിന്നെ നമ്മുടെ ഫാത്തിമാൻ്റെ ചായയും ചിപ്സൊക്കെ കഴിച്ചു ഈവനിങ്. അവിടെ നിന്നാണ് ചായ. പിന്നെ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബാർബിക്യൂ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പുറത്തെല്ലാവരും ഇല്ല, നമ്മൾ വില്ലയിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം അതിനുള്ള സെറ്റപ്പാണ് എല്ലാവരും കൂടി ചെയ്യുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്നത്തെ ബാർബിക്യൂവിനൊരു സ്പെഷ്യൽ മസാലയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. അതൊരു സീക്രട്ട് മസാല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് സെപ്പറേറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും 4 ഭാഗത്തു നിന്നും അവരവരുടെ പണിയെടുക്കുകയെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിലെ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.